ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ഒരിക്കലും അറിയരുതെന്ന് അവർ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എന്താണ് എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരിക്കലും നിങ്ങളത് അറിയരുതെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കാര്യം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങൾ അറിയരുത് എന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എന്താണ് എന്നുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എന്താണ്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എന്താണ് എന്നതാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എന്താണ് എന്നുള്ളതാണ്. ഫസ്റ്റ് കാർഡ് ദ ചാരിയറ്റ് കാർഡാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് കാർഡ് 9 ഓഫ് സോർഡ്സ് ആണ്. തേർഡ് കാർഡ് 7 ഓഫ് കപ്സ്. ദ ഹെറോഫൻ കാർഡ് Justice, 2 of swords, 10 of pentacles, 8 of cups, page of pentacles, king of swords, 5 of cups, 2 of pentacles. ഓക്കെ, മാസ്റ്റർ കാർഡ് നമുക്ക് നോക്കാം. 2 ഓഫ് വാൻഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന ആ മറച്ചു വെക്കുന്ന ഒരു കാര്യം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു സെപ്പറേഷനിലാണ്, തീർത്തും ഒരു നോ കോണ്ടാക്റ്റിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് ചിലപ്പോൾ കുറേ നാളുകളായിട്ട് നിങ്ങൾ സെപ്പറേഷനിലായിരിക്കാം. ഒരു 2 അല്ലെങ്കിൽ 4 months ഒക്കെ ആയിട്ട് ഇപ്പോൾ സെപ്പറേഷൻ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവിടെ 9 ഓഫ് സോർഡ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ ഒരു കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ രാത്രി സമയങ്ങളിൽ അവർക്ക് പലപ്പോഴും പശ്ചാത്താപവും കുറ്റബോധവും ഒക്കെ വരുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് അവർക്ക് വളരെയധികം വേദന ഉണ്ടായി എന്ന പോലെയുള്ള ചിന്തകൾ അവരെ അലട്ടുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കരുത് എന്ന് അവരാഗ്രഹിക്കുന്ന ആ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ള ആ ഒരു പേടി തന്നെയാണ്. ആ ഒരു ഭയം, അതായത് ഒരു ഗിൽറ്റ് ഉണ്ട്, അവർക്ക് ഒരു കുറ്റബോധമുണ്ട്. ആ ഒരു കുറ്റബോധത്തിനുണ്ടാകുന്ന ആ ഒരു പേടിയുണ്ട്, എനിക്കിനി കർമ്മ കിട്ടുമോ എന്നൊക്കെയുള്ള ആ പേടി, അതാണ് നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കരുതെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അവർ പല രാത്രികളും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്ന അവസ്ഥയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ അവരത് പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ 2 ഓഫ് സോർഡ്സിന്റെ എനർജി കാണിക്കുന്നത് അവര് സത്യങ്ങൾ ഒളിപ്പിച്ചിട്ട് അതിനുള്ളിൽ ഒരു മതിൽ കെട്ടി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആ ഒരു പേടിയും കാര്യങ്ങളും ഒക്കെ ആണ് നിങ്ങൾ അറിയരുത്, ഇത്ര വിഷമങ്ങൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയാതിരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പോൾ 7 ഓഫ് കപ്സ് അതുപോലെ 2 ഓഫ് പെൻറ്റക്കിൾസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഒരിക്കൽ വളരെ ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ 2 വഴികൾ തുല്യമായി തൂങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണോ എന്നൊക്കെ രീതിയിലുള്ളതാണ് ഈ നമുക്ക് 2 ഓഫ് സോർഡ്സിന്റെ കാർഡ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ വേറൊരു റിലേഷൻഷിപ്പോ വേറെ വ്യക്തികളോ ആരെങ്കിലും ഉണ്ടാകാം. ആ ഒരു പേഴ്സൺ അവിടെ നിൽക്കുന്നു, ഓപ്പോസിറ്റ് സൈഡ് നിങ്ങൾ നിൽക്കുന്നു, അതിന്റെ സെൻറ്ററിൽ ഈ ഒരു പേഴ്സൺ നിൽക്കുന്നു. ഏത് സെലക്ട് ചെയ്തെടുക്കണം എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിച്ച് സെപ്പറേഷൻ പോയിരിക്കുന്ന ആളുകളുടെ എനർജി ആയതുകൊണ്ട് തന്നെ നിങ്ങളെ അവഗണിച്ച് ആ ഒരു ഓപ്പോസിറ്റ് നിന്ന മറ്റൊരു പേഴ്സന്റെ സെലക്ട് ചെയ്ത് അവർ ആ ഒരു പേഴ്സണുമൊപ്പം പോയത്, അല്ലെ ആ ഒരു സിറ്റുവേഷനൊപ്പം പോയിട്ടുള്ളതായിരിക്കും. എന്താണെങ്കിലും അവർ ചിലപ്പോൾ നിങ്ങളെ തിരഞ്ഞെടുക്കണം, അല്ലെ ജീവിതത്തിലെ മറ്റു ഉത്തരവാദിത്തങ്ങൾ, അത് ചിലപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിനെ കെയർ ചെയ്യേണ്ടവരായിരിക്കും. അപ്പം എന്താണെങ്കിലും ആ ഒരു കാര്യം നിങ്ങളല്ലാതെ മറ്റൊന്ന് ഇവരുടെ ലൈഫിലുണ്ട്, ആ ഒരു കാര്യം സെലക്ട് ചെയ്ത് അവർ
പോയി. അപ്പൊ അത് ശരിയായിരുന്നോ എൻ്റെ തീരുമാനം, ഞാൻ ആ വ്യക്തി വേദനിപ്പിച്ചത് ബുദ്ധിമുട്ടായോ അല്ലെങ്കിൽ വിഷമമായോ, എനിക്ക് അതിൻ്റെ ഒരു കർമ്മ ഞാൻ അനുഭവിക്കേണ്ടി വരുമോ എന്നൊക്കെ ഈ ഒരു വ്യക്തിക്ക് സംശയമുള്ളതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ആ ഒരു കൺഫ്യൂഷൻസ് അവരുടെ മനസ്സിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിലുള്ള ആ ഒരു പേടിയാണ് അത് 8 ഓഫ് കപ്സിൽ കാണുന്നത്. അവരൊരിക്കലും ഒരിക്കൽ പോലും നിങ്ങളിൽ നിന്ന് അകന്നു പോകാനായിട്ട് അവർ ആഗ്രഹിച്ചിട്ടില്ല. അല്ലെങ്കിൽ അവർ അകന്നു പോയെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുത്തി എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. അപ്പൊ അതിൽ നിന്നുണ്ടാകുന്ന കൺഫ്യൂഷനും ഉണ്ട്, ഓവർ തിങ്കിങ് ഉണ്ട്, അവരുടെ മനസ്സിൽ പല സാധ്യതകളും ചിന്തകളും വരുന്നു. വീണ്ടും ഇനി സംസാരിക്കണമോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ വിടണമോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ അവർക്കുണ്ട്. വിട്ടിട്ട് പോയതാണല്ലോ, ഇനി വീണ്ടും നിങ്ങളിലേക്ക് വന്നോ എന്നൊക്കെ അവർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ജീവിതത്തിൽ എങ്ങനെ നോക്കിയാലും നിങ്ങളൊരു സ്പെഷ്യൽ പേഴ്സൺ തന്നെയാണ്. കാരണം നമുക്കൊരു 10 ഓഫ് പെന്റിക്കിൾസും പേജ് ഓഫ് പെന്റിക്കിൾസും വന്നിട്ടുണ്ട്. നിങ്ങളെ അവര് ഒരു ലോങ് ടൈം ലൈഫ് പാർട്ട്ണർ പോലെ ഒരിക്കൽ കണ്ടിരുന്നു എന്നൊരു എനർജി നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങളെ ചീറ്റ് ചെയ്ത് നിങ്ങളെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഓർമ്മയിൽ നിന്നും പൂർണ്ണമായും മായ്ച്ചു കളയാനായിട്ട് വ്യക്തിക്ക് പറ്റാത്തത്. പക്ഷെ ആ സമയത്ത് തന്നെ ഇവിടെ കുറച്ച് ഈഗോ വന്നത് നമുക്ക് കാണുന്നുണ്ട്. ആ ഒരു ഈഗോ കൊണ്ട് ഒരു സൈലന്റിലേക്ക് പോവുകയാണ് ഉണ്ടായത്. കിങ് ഓഫ് വാൻഡ്സ്, അതുപോലെ ചാരിയറ്റ് കാർഡ്. അപ്പൊ അവരുടെ ഈഗോ അല്ലെങ്കിൽ ഒരു സെൽഫ് കൺട്രോൾ കാരണം അവർ ഫീലിങ്സ് തുറന്നു പറയാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതായത് അവർക്ക് ലൈഫിൽ മറ്റു ഉത്തരവാദിത്തങ്ങൾ കാണാം, മറ്റു പേഴ്സൺസ് കാണാം, അല്ലെങ്കിൽ അവർ നിങ്ങളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട വ്യക്തികൾ അവരുടെ ലൈഫിൽ ഉണ്ടാകാം. അപ്പൊ അവരെ സെലക്ട് ചെയ്ത് അവർ മുന്നോട്ട് പോയപ്പോൾ ഈ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഫീലിങ്സ് നിങ്ങളോട് ഉണ്ടെങ്കിൽ പോലും അത് സെൽഫ് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ പക്ഷെ ആ ഒരു കാര്യം നിങ്ങളോട് സ്നേഹമുണ്ട് എന്ന് നിങ്ങൾ അറിയണ്ട എന്ന് ഈ ഒരു പേഴ്സൺ വിചാരിക്കുകയാണ്. നിങ്ങളെ ഇഷ്ടമല്ലാത്ത രീതിയിലാണ് അവർ പോയിട്ടുള്ളത് എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോട്ടെ എന്ന രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റിസ് കാർഡും അതുപോലെ റോഫൻ കാർഡും വന്നിരിക്കുന്നുണ്ട്. അവർക്ക് ചിലപ്പോൾ തോന്നും ഈ ഒരു ബന്ധത്തിൽ എന്തോ ഒരു കർമ്മ അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനി കണക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് അവർക്ക് തോന്നുന്നുണ്ട്. എനിക്ക് പിന്നെ അവർ വേറെ രീതിയിലും ചിന്തിക്കുന്നുണ്ട്, ഈ ഒരു വ്യക്തിയെ ഞാനിങ്ങനെ വേദനിപ്പിച്ച് പോയത് കൊണ്ട് എനിക്ക് ലൈഫിൽ ഇനി ഇതുപോലെയുള്ള വേദനകൾ ഉണ്ടാകുമോ എന്നും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ രാത്രി ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അവരത് തുറന്ന് പറയാനായിട്ട് മടിക്കുന്നുണ്ട്. കാരണം കുറച്ച് ഈഗോ, കൺഫ്യൂഷൻ, അവരുടെ കുറച്ച് സാഹചര്യങ്ങൾ എല്ലാം അവരുടെ തീരുമാനത്തെ തടയുന്നു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും നിങ്ങളെ അവരുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അവരുടെ നമ്മളിവിടെ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോപ്പിക്ക് നിങ്ങൾ ഒരിക്കലും അറിയരുത് എന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറച്ച് റിഗ്രറ്റ് ഉണ്ട് നിങ്ങളെ വിട്ടിട്ട് പോയതിൽ. ആ ഒരു കുറ്റബോധം അവർക്കുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പേടിയുണ്ട്, ഇനി കർമ്മ കിട്ടുമോ എന്നുള്ളൊരു പേടിയുണ്ട്. ഈ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയരുത് എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളെ വിട്ടുപോയതിൽ ഒരു ഒത്തിരി സ്നേഹം നിങ്ങളോട് അവർക്കുണ്ട് എങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കണം, അവർക്ക് നിങ്ങളോട് ഒട്ടും സ്നേഹമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഉപേക്ഷിച്ച് പോയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊള്ളട്ടെ എന്നാണ് അവർ വിചാരിക്കുന്നത്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സ്നേഹം അവിടെ തന്നെ ഇരുന്നോട്ടെ, അത് നിങ്ങൾ തിരിച്ചറിയണ്ട, അതാണ് നിങ്ങൾക്കും എനിക്കും നല്ലത് എന്ന രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്ന് ഞാനിവിടെ പറഞ്ഞു. അപ്പൊ രണ്ട് കാര്യങ്ങൾ സെലക്ട് ചെയ്യേണ്ട സമയത്ത് അവരുടേക്ക് ബെറ്റർ ആണെന്ന് തോന്നുന്നുള്ള ഒരു കാര്യം സെലക്ട് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടാകാം. അതായിരിക്കാം നിങ്ങൾ സെപ്പറേഷനിൽ പോയിട്ടുള്ളത്. അപ്പോൾ അവര് എന്തുകൊണ്ടാണ് വിട്ടുപോയത് എന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ 8 ഓഫ് കപ്സും 5 ഓഫ് കപ്സും കാണുന്നുണ്ട്. അപ്പൊ ഈ 8 ഓഫ് കപ്സ് കാണിക്കുന്നത് ഒരിക്കലും അവർ മാനസികമായിട്ട് അകന്നു പോകാനായിട്ട് തന്നെ തീരുമാനിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ 5 ഓഫ് കപ്സ് പറയുന്നത് അതിനുശേഷം അവർക്ക് ഒരു കുറ്റബോധവും നഷ്ടബോധവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് അവര് നിങ്ങളോട് തുറന്നു പറയാനായിട്ട് ഭയപ്പെടുന്ന ഒരു സത്യമാണ്. അപ്പോൾ അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, അവർക്ക് മനസ്സിനുള്ളിൽ മാനസികമായിട്ട് വിട്ടുപോകാനായിട്ട് അവർ തീരുമാനിച്ചെങ്കിൽ പോലും അവർക്ക് അവരുടെ മനസ്സുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. അവിടെ അവർക്ക് പശ്ചാത്താപവും നഷ്ടബോധവും ഒക്കെ തോന്നുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ അറിയാനും പാടില്ല. അതാണ് അവർ ഒരിക്കലും നിങ്ങൾ അറിയരുത് എന്ന് വിചാരിക്കുന്ന ആ ഒരു കാര്യം. പിന്നെ അതുകൊണ്ട് തന്നെ അവർ പുറത്തേക്കുള്ള ആ ഒരു സൊസൈറ്റിക്ക് മുന്നിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ആത്മവിശ്വാസമുള്ള ഒരാളായി തന്നെ അവരെ കാണിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഇത് ചാരിയറ്റ് കാർഡ് കാണിക്കുന്നത് അവർ സ്വന്തം ഇമേജ് കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ സൊസൈറ്റിയിലൊക്കെ നല്ല രീതിയിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്.
പിന്നെ ഹെറോഫൻ കാർഡും ജസ്റ്റിസ്, അതുപോലെ 10 ഓഫ് പെന്റക്കിൾസ്, ഈ കാർഡുകൾ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഫാമിലി അല്ലെങ്കിൽ സൊസൈറ്റി അല്ലെങ്കിൽ കുറെ ഉത്തരവാദിത്തങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടാവാം എന്നുള്ളതാണ്. അവരുടെ ചില തീരുമാനങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുമെന്ന് അറിയാമെങ്കിൽ പോലും അവർക്ക് ആ ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു എന്താണ് യഥാർത്ഥത്തിൽ അവരുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സത്യങ്ങൾ അതവർ മറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പുറമേ നിന്ന് കാണുന്നത് പോലെയല്ല അവരുടെ ലൈഫിൽ, ഫാമിലിയിൽ, സമൂഹത്തിൽ അല്ലെങ്കിൽ കുറെ ഉത്തരവാദിത്തങ്ങളിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നുണ്ടെങ്കിൽ കൂടിയും ആ ഒരു പ്രശ്നങ്ങൾ കാരണമായിരിക്കാം ചിലപ്പോൾ ഈ ഒരു തീരുമാനങ്ങൾ, നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവാം. എങ്കിൽ പോലും അങ്ങനെ ആ ഒരു കാര്യത്തെ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണ്ട എന്ന് ഈ ഒരു പേഴ്സൺ വിചാരിക്കുകയാണ്. അവരുടെ തെറ്റുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കി അവരെ ഒരു ഇഷ്ടമല്ലാത്ത രീതിയിലാക്കിയിട്ട് അങ്ങനെ നിങ്ങൾ ചിന്തിച്ചോട്ടെ എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ സത്യങ്ങൾ അവർ മറച്ചു വെക്കുകയാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ ഒരു യഥാർത്ഥത്തിൽ നിങ്ങളെ ഈ ഒരു പേഴ്സൺ വിട്ടുപോകാനായിട്ട് ഇടയാക്കിയിട്ടുള്ള ആ ഒരു കാരണങ്ങൾ അവർ മറച്ചു വെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ പേജ് ഓഫ് പെന്റിക്കിൾസും 2 ഓഫ് വാൻഡ്സും ഉണ്ട്. അവരിപ്പോഴും ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഉള്ള ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പക്ഷെ അത് യാഥാർത്ഥ്യമായിട്ട് ചെയ്യണമോ എന്നതിൽ അവർക്ക് ഇപ്പോഴും ഉറപ്പില്ല. അതായത് നിങ്ങളെ വേണ്ട എന്ന് വെച്ച് ഇപ്പൊ കുറെ നാളുകളായിട്ട് നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയായിരിക്കാം ഇപ്പോൾ ഉള്ളത്. എങ്കിൽ കൂടിയും ഈ ഒരു സമയത്ത് പോലും നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വീണ്ടും വന്നതിന് ശേഷം ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയാലോ എന്നുള്ള രീതിയിൽ അവരെ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ അവരുടെ ഹൃദയത്തിലെ ആ ഒരു ഫീലിങ്സ്, നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു ഫീലിങ്സുകളൊക്കെ ഇങ്ങനെ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഇതിനു വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കണമോ എന്ന് ഇപ്പോഴും അവർക്കൊരു ഉറപ്പുമില്ലാത്തൊരവസ്ഥയാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ഒരിക്കലും അറിയരുതെന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ അവര് നിങ്ങളെ വിട്ടുപോയതിൽ ഇന്നും അവര് വിഷമിക്കുന്നുണ്ട്. അതിനെ ഓർത്തിട്ട് അവർ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ മനസ്സിന് നല്ല ഭാരമുണ്ട്. പക്ഷെ അത് തുറന്നു പറയാനായിട്ട് അവരുടെ ഈഗോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഞാൻ പറഞ്ഞ കുറച്ച് ഫാമിലി അല്ലെങ്കിൽ സൊസൈറ്റി ഇവരെയൊക്കെ പേടിക്കുന്നുണ്ട്. അവര് ആ ഒരു പേടിയും ഒക്കെ ഇവർ അനുവദിക്കുന്നില്ല. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊന്നും അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണിന്റെ മനസ്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഈ ഒരു പേഴ്സണ് നിങ്ങളെ വേണം. പക്ഷെ കുറെ ആളുകളും സമൂഹവും അല്ലെങ്കിൽ സൊസൈറ്റി അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിന്നിട്ട് ഉത്തരവാദിത്തങ്ങളൊക്കെ നിന്നിട്ട് ഈ ഒരു പേഴ്സണ് നിങ്ങളെ സ്വീകരിക്കാനായിട്ട് പറ്റാത്ത രീതിയിൽ ഉള്ള ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഇവർ കൺഫ്യൂസ്ഡ് ആണ്. അതോടൊപ്പം തന്നെ അവരുടെ മനസ്സിന് വളരെയധികം വേദനയുണ്ട്, സമ്മർദ്ദം, ഒരു പ്രഷറിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. എങ്കിൽ കൂടിയും പുറത്തേക്ക് നല്ലൊരു ഔട്ട്ഫിറ്റ് കൊടുത്തുകൊണ്ട് ഞാൻ ഓക്കെയാണ്, ഞാൻ വളരെ ഹാപ്പിയാണ്, ഇപ്പൊ ഞാൻ ആയിരിക്കുന്നവർക്ക് വളരെ സന്തോഷത്തിലാണ് എന്ന രീതിയിൽ ഒരു ഔട്ട്ഫിറ്റ് കൊടുക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ആ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നില്ല. ഇത്ര പ്രശ്നങ്ങൾ ഇവരുടെ ലൈഫിൽ നടക്കുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ അറിയണ്ട എന്ന് തന്നെയാണ് ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് കുറച്ച് സോൾ മെസ്സേജസും കൂടി നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ്, ഐ ലവ് യു മോർ ഡീപ്ലി ദാൻ വേർഡ്സ് ക്യാൻ എവർ ഫുള്ളി എക്സ്പ്രസ്. വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനേക്കാൾ ആഴത്തിൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയുകയാണ്. I want to spend all my minutes and hours with you. ഓക്കെ, നിങ്ങളോടൊപ്പം എൻ്റെ ലൈഫിലെ ഓരോ സെക്കൻഡ്സും മിനിറ്റ്സും അതുപോലെ മണിക്കൂറുകളും നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. ഓക്കെ, അവർ റിലേഷൻഷിപ്പ് ഹാസ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. ഓക്കെ, നമ്മുടെ റിലേഷൻഷിപ്പ് മൊത്തത്തിൽ മാറിപ്പോയി എന്നുള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറയുകയാണ്. യു ടച്ച്ഡ് മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തെ ടച്ച് ചെയ്ത, തൊട്ടറിഞ്ഞ ഒരു വ്യക്തി നിങ്ങളാണ് എന്നാണ് അവർ പറയുന്നത്. ഐ എം സോറി മൈ ഡിയർ, ഐ നീഡ്
ടോക്ക്. ഓക്കെ, അവർ നിങ്ങളോട് ഈ ഒരു സമയത്ത് സോറി ചോദിക്കുകയാണ്. എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് എനിക്ക് സംസാരിക്കാനായിട്ട് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന ഈ ഒരു പേഴ്സൺ ഡയറക്റ്റ് ഇവിടെ നമ്മളോട് പറയുന്നുണ്ട്. ഐ ഫീൽ സോ ഹാപ്പി വെൻ യു ആർ അറൗണ്ട്. ഓക്കെ, നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ അല്ലെങ്കിൽ ചുറ്റുമുള്ള ഒരു സമയത്ത്, നിങ്ങളോടൊപ്പമുള്ള ഒരു സമയത്ത് അവർ വളരെയധികം ഹാപ്പിയാണ് എന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. ഐ അപ്പോളജൈസ് ഫോർ വട്ട് എവർ റോങ് ഐ ഡിഡ് ഫോർ യു. ഓക്കെ, ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. എന്തൊക്കെ മിസ്റ്റേക്കുകളാണോ ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ളത് അതിനെല്ലാം ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ് ഈ ഒരു സമയത്ത് എന്ന് ഈ ഒരു പേഴ്സൺ പറയുന്നുണ്ട്. യു ഡിഡ് നോട്ട് ജസ്റ്റ് ബിക്കം എ പാർട്ട് ഓഫ് മൈ വേൾഡ്, യു ബിക്കം ദ ഹാർട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ലോകത്തിലെ ഒരു പാർട്ട്, അവരുടെ ലോകമാകുന്ന ആ ഒരു ലൈഫിലെ ഒരു പാർട്ട് മാത്രമല്ല, അവരുടെ ഹൃദയം തന്നെ നിങ്ങളാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിനുള്ളിലാണ് നിങ്ങൾ ഉള്ളത് എന്നുള്ളതാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു സമയമാകാനുള്ള ചാൻസ് ഉണ്ട്. 1982 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ചാരിറ്റി ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം. നമ്പർ 25 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1990 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 1984 കിട്ടുന്നുണ്ട്. നമ്പർ 9 1982 ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. ലോങ് ഡിസ്റ്റൻസിലുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. സെൽഫ് എംപ്ലോയ്, സ്വന്തമായിട്ട് ജോലിയൊക്കെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാകാം. പെയിന്റിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. റീഡിങ്, പേഷ്യൻസ്, ക്ഷമയുള്ള വ്യക്തികളാകാം. ടാറ്റു ആർട്ട് ചെയ്തിട്ടുണ്ടാവാം. യെല്ലോ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. 1987 ഹിയറിംഗ് ഇഷ്യൂസ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള ഒരു സമയമായിരിക്കാം. ബ്യൂട്ടിഫുൾ ഐസ്, നല്ല മനോഹരമായ കണ്ണുകളുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ലെറ്റർ ഇസഡ്, ലെറ്റർ എം, നമ്പർ 29, നമ്പർ 49, നമ്പർ 22, നമ്പർ 4. എൻകറേജസ് യു, ഒത്തിരി എൻകറേജ് ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കാം. പോലീസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 32, ലെറ്റർ കെ, ലെറ്റർ എഫ്, ലെറ്റർ എൻ, ലെറ്റർ 5. ക്രിക്കറ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ആർട്ടിസ്റ്റ്, നവംബർ മന്ത്. കെയറിങ്, ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. പർപ്പിൾ കളർ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ. 1979 എന്ന് പറയുന്നൊരു വർഷവും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിലുള്ള ആ ഹൈപ്പ് കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.